ഓം ശാന്തി. 14-11-20 ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ സത്യം സത്യമായ രാജഋഷിയാണ്. നിങ്ങളുടെ കർത്തവ്യമാണ് തപസ്യ ചെയ്യുക. തപസ്യയിലൂടെ തന്നെയാണ് പൂജയ്ക്ക് യോഗ്യരാകുന്നത്. ചോദ്യം: ഏതൊരു പുരുഷാർത്ഥം സദാകാലത്തേക്ക് പൂജിക്കപ്പെടാൻ യോഗ്യരാക്കി മാറ്റുന്നു? ഉത്തരം: ആത്മാവിൻ്റെ ജ്യോതി തെളിയിക്കുന്നതിൻ്റെയും തമോപ്രധാന ആത്മാവിനെ സതോപ്രധാനം ആക്കുന്നതിൻ്റെയും പുരുഷാർത്ഥം ചെയ്യൂ. അപ്പോൾ സദാകാലത്തേക്ക് പൂജിക്കപ്പെടാൻ യോഗ്യനായി മാറും. ആരാണോ ഇപ്പോൾ തെറ്റുകൾ ചെയ്യുന്നത് അവർ വളരെയധികം കരയുന്നു, അഥവാ പുരുഷാർത്ഥം ചെയ്ത് പാസ്സാകാതിരിക്കുകയും ധർമ്മരാജൻ്റെ ശിക്ഷകൾ അനുഭവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ശിക്ഷകൾ അനുഭവിക്കുന്നവർ പൂജിക്കപ്പെടുകയില്ല. ശിക്ഷകൾ അനുഭവിക്കുന്നവർക്ക് മുഖം ഉയർത്തുവാൻ സാധിക്കില്ല. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പിതാവ് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, സ്വയം ആത്മാവാണ് എന്ന് നിശ്ചയിക്കൂ. ആദ്യം ആത്മാവാണ്, പിന്നീടാണ് ശരീരം. പലയിടങ്ങളിലുമുള്ള എക്സിബിഷനിൽ അഥവാ മ്യൂസിയത്തിൽ, ക്ലാസ്സിൽ ആദ്യം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ എന്ന് ജാഗ്രത നൽകണം. കുട്ടികൾ ഇരിക്കുമ്പോൾ എല്ലാവരും ദേഹി അഭിമാനിയായി ഇരിക്കുന്നില്ല. ഇവിടെ ഇരിക്കുമ്പോഴും പലയിടത്തും ചിന്തകൾ പോകുന്നു. സത്സംഗത്തിൽ ഏതെങ്കിലും സന്യാസിയോ മറ്റോ വരുന്നത് വരെയും എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ ചിന്തയിലിരിക്കുന്നു. പിന്നെ സന്യാസി വരികയും കഥയും മറ്റും കേൾപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഈ ഭക്തി മാർഗത്തിലെല്ലാം കേൾക്കലും കേൾപ്പിക്കലുമാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇതെല്ലാം ആർട്ടിഫിഷ്യലാണ്. ഇതിൽ ഒന്നും തന്നെയില്ല. ദീപാവലിയും ആർട്ടിഫിഷ്യലായി ആഘോഷിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം തുറക്കേണ്ടതാണ്. അപ്പോൾ ഓരോ വീട്ടിലും പ്രകാശമുണ്ടാകട്ടെ. ഇപ്പോഴാണെങ്കിൽ ഓരോ വീട്ടിലും അന്ധകാരം തന്നെയാണ്. ഇതെല്ലാം പുറമേയുള്ള പ്രകാശമാണ്. നിങ്ങൾ തൻ്റെ ജ്യോതി തെളിയിച്ച് തികച്ചും ശാന്തിയിൽ ഇരിക്കുന്നു. കുട്ടികൾക്കറിയാം, സ്വധർമ്മത്തിൽ ഇരിക്കുന്നതിലൂടെ പാപം മുറിയുന്നു. ജന്മജന്മാന്തരങ്ങളിലെ പാപം ഈ ഓർമ്മയുടെ യാത്രയിലൂടെയാണ് മുറിയുന്നത്. ആത്മാവിൻ്റെ ജ്യോതി അണഞ്ഞുപോയല്ലോ. ശക്തിയുടെ പെട്രോൾ മുഴുവൻ തീർന്നുപോയി. അത് വീണ്ടും നിറയും. കാരണം ആത്മാവ് പവിത്രമായി മാറുന്നു. എത്ര രാപകലിൻ്റെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ലക്ഷ്മിയുടെ എത്ര പൂജയുണ്ടാകുന്നു. ചില കുട്ടികൾ എഴുതുന്നു, ലക്ഷ്മി വലുതാണോ അതോ സരസ്വതി ആണോ വലുത്? ലക്ഷ്മി ഒന്നാണ് ശ്രീനാരായണൻ്റേത്. അതായത് മഹാലക്ഷ്മിയെ പൂജിക്കുന്നുവെങ്കിൽ മഹാലക്ഷ്മിക്ക് 4 കൈകൾ കാണിക്കുന്നു. അതിൽ 2 പേരും വരുന്നു. വാസ്തവത്തിൽ അതിനെ ലക്ഷ്മി നാരായണൻ്റെ പൂജ എന്നാണ് പറയേണ്ടത്. ചതുർഭുജമാണല്ലോ, 2 പേരും ഒരുമിച്ചാണ്. പക്ഷേ മനുഷ്യർക്ക് ഒരു വിവേകവുമില്ല. പരിധിയില്ലാത്ത ബാബ പറയുന്നു, എല്ലാവരും അവിവേകികൾ ആയിരിക്കുന്നു. ലൗകിക പിതാവ് എപ്പോഴെങ്കിലും മുഴുവൻ ലോകത്തിലെ കുട്ടികളെ അവിവേകികൾ എന്ന് പറയുമോ? ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം വിശ്വത്തിൻ്റെ പിതാവ് ആരാണ് എന്ന്. സ്വയം പറയുന്നു, ഞാൻ സർവ ആത്മാക്കളുടെയും പിതാവാണ്. നിങ്ങൾ ഏവരും എൻ്റെ കുട്ടികളാണ്. ആ സന്യാസിമാരാണെങ്കിൽ പറയും, എല്ലാം ഭഗവാൻ തന്നെ ഭഗവാനാണ്. നിങ്ങൾക്കറിയാം, പരിധിയില്ലാത്ത ബാബ
ആത്മാക്കളായ നമുക്ക് പരിധിയില്ലാത്ത ജ്ഞാനം മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് ദേഹാഭിമാനം ഉണ്ടായിരിക്കുന്നു. ഞാൻ ഇന്നയാളാണ്. ശരീരത്തിന് ഏതൊരു പേരുണ്ടായിരിക്കുന്നു, അതിന്മേൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശിവ് ബാബയാണെങ്കിൽ നിരാകാരമാണ്, സുപ്രീം സോളാണ്. ആ ആത്മാവിൻ്റെ നാമമാണ് ശിവൻ. ആത്മാവിന് പേരുള്ളത് ഒരേ ഒരു ശിവ് ബാബയ്ക്കാണ്. ആ ഒന്ന് പരമമായ ആത്മാവാണ്, പരമാത്മാവ്. ആ ഒന്നിൻ്റെ നാമം ശിവൻ എന്നാണ്. ബാക്കി ഏതെല്ലാം അനേകം ആത്മാക്കളുണ്ടോ അവരെല്ലാവരുടെയും ശരീരങ്ങൾക്കാണ് പേരുള്ളത്. ശിവ് ബാബ ഇവിടെ വസിക്കുന്നില്ല. ആ ഒന്ന് പരംധാമത്തിൽ നിന്നും വരുന്നു. ശിവ അവതരണവുമുണ്ട്. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നു, സർവ ആത്മാക്കളും ഇവിടെ പാർട്ട് അഭിനയിക്കുവാൻ വരുന്നു. ബാബയ്ക്കും പാർട്ടുണ്ട്. ബാബ വളരെ വലിയ കാര്യം ഇവിടെ ചെയ്യുന്നു. അവതാരത്തെ അംഗീകരിക്കുന്നു എങ്കിൽ അതിന് ഹോളിഡേയും അതിൻ്റെ സ്റ്റാമ്പും മറ്റും ഉണ്ടാകേണ്ടതാണ്. എല്ലാ ദേശങ്ങളിലും ഹോളിഡേ ഉണ്ടാകേണ്ടതാണ്. കാരണം ബാബയാണെങ്കിൽ സർവരുടെയും സദ്ഗതി ദാതാവാണല്ലോ. ആ ഒന്നിൻ്റെ ജന്മദിനവും മടങ്ങിപ്പോകുന്നതിൻ്റെ ദിനവും ഡേറ്റും മറ്റും അറിയാൻ കഴിയുകയില്ല. കാരണം ഇത് വേറിട്ടതാണല്ലോ. അതിനാൽ കേവലം ശിവരാത്രി എന്ന് പറയുന്നു. ഇതും കുട്ടികളായ നിങ്ങൾക്കറിയാം. പകുതി കൽപ്പം പകുതിയില്ലാത്ത പകൽ, പകുതി കൽപ്പം പരിധിയില്ലാത്ത രാത്രിയാണ്. രാത്രി പൂർത്തിയായി പിന്നെ പകൽ ഉണ്ടാകുന്നു. അതിനിടയിൽ ബാബ വരുന്നു. ഇതാണെങ്കിൽ ആക്യുറേറ്റ് ടൈമാണ്. മനുഷ്യർ ജനിക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നോട്ട് ചെയ്യുന്നുവല്ലോ. പിന്നെ 6 ദിവസത്തിന് ശേഷം അതിന് പേര് വയ്ക്കുന്നു. അതിനെ നാമകരണം എന്ന് പറയുന്നു. ചിലർ ഛഠി എന്ന് പറയുന്നു. അതായത് ശിശു പിറന്നതിനു ശേഷം 6-ാം ദിവസം നടത്തുന്ന ആഘോഷം. ഭാഷകൾ ധാരാളമുണ്ടല്ലോ. ലക്ഷ്മിയുടെ പൂജ ചെയ്യുന്നു, വെടിക്കോപ്പുകൾ കത്തിക്കുന്നു. നിങ്ങൾക്ക് ചോദിക്കുവാൻ സാധിക്കും, താങ്കൾ ലക്ഷ്മിയുടെ ഉത്സവം ആഘോഷിക്കുന്നു. ലക്ഷ്മി എപ്പോൾ സിംഹാസനത്തിൽ ഇരുന്നു? സിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെയും കൊറോണേഷൻ ആഘോഷിക്കുന്നു. ലക്ഷ്മിയുടെ ജന്മം ആഘോഷിക്കുന്നില്ല. ലക്ഷ്മിയുടെ ചിത്രം താലത്തിൽ വെച്ച് ലക്ഷ്മിയോട് ധനം യാചിക്കുന്നു. ഇത്രമാത്രം, മറ്റൊന്നുമില്ല. ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും യാചിക്കും. എന്നാൽ ദീപമാലയുടെ ദിവസം ലക്ഷ്മിയോട് കേവലം പൈസയാണ് യാചിക്കുക. പൈസ നൽകുന്നതൊന്നുമില്ല. ഇത് എങ്ങനെയെല്ലാമാണോ ഭാവന, അഥവാ ആരെങ്കിലും സത്യമായ ഭാവനയോടെ പൂജ ചെയ്യുന്നു എങ്കിൽ അല്പകാലത്തേക്കായി ധനം ലഭിച്ചേക്കാം. ഇത് അല്പകാലത്തേക്കുള്ള സുഖമാണ്. ഒരിടത്ത് സ്ഥായിയായ സുഖവും ഉണ്ടാകുന്നില്ലല്ലോ. സ്വർഗത്തെക്കുറിച്ച് അവർക്ക് അറിയുകയില്ല. ഇവിടെ സ്വർഗവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നിനും നിൽക്കുവാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, പകുതി കൽപ്പം ജ്ഞാനമാണ്, പകുതി കൽപ്പം ഭക്തിയാണ്. പിന്നെ വൈരാഗ്യം ഉണ്ടാകുന്നു. മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് പഴയ മോശമായ ലോകമാണ്. അതിനാൽ പിന്നെ പുതിയ ലോകം തീർച്ചയായും വേണം. പുതിയ ലോകത്തെ വൈകുണ്ഠം എന്ന് പറയുന്നു. അതിനെ ഹെവൻ എന്നും പാരഡൈസ് എന്നും പറയുന്നു. ഈ ഡ്രാമയിൽ പാർട്ട്ധാരികളും അവിനാശിയാണ്. കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു നമ്മൾ ആത്മാക്കൾ എങ്ങനെയാണ് പാർട്ട് അഭിനയിക്കുന്നത് എന്ന്. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ആർക്കെങ്കിലും എക്സിബിഷനോ മറ്റോ കാണിച്ച് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആദ്യം ഈ എയിം ഒബ്ജക്റ്റ് മനസ്സിലാക്കിച്ചു കൊടുക്കണം. സെക്കൻഡിൽ ജീവൻ മുക്തി എങ്ങനെ ലഭിക്കുന്നു?
ജനന മരണത്തിൽ തീർച്ചയായും വരിക തന്നെ വേണം. നിങ്ങൾക്ക് ഏണിപ്പടിയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. രാവണ രാജ്യത്തിൽ തന്നെയാണ് ഭക്തി ആരംഭിക്കുന്നത്. സത്യയുഗത്തിൽ ഭക്തിയുടെ പേരോ അടയാളമോ ഇല്ല. ജ്ഞാനവും ഭക്തിയും രണ്ടും വേറെ വേറെയാണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പഴയ ലോകത്തോട് വൈരാഗ്യമാണ്. നിങ്ങൾക്കറിയാം, ഈ പഴയ ലോകം ഇപ്പോൾ സമാപ്തമാകേണ്ടതുണ്ട്. ബാബ സദാ കുട്ടികൾക്ക് സുഖം നൽകുന്നതിനാണ്. കുട്ടികൾക്ക് വേണ്ടി തന്നെ ബാബ എത്ര പ്രയത്നിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടിയാണ് ഗുരുക്കന്മാരുടെ അടുക്കൽ പോകുന്നത്. ഏത് വിധേനയും കുട്ടി ഉണ്ടായെങ്കിൽ, കാരണം മനസ്സിലാക്കുന്നു, കുട്ടി ഉണ്ടായാൽ അതിന് സമ്പത്ത് നൽകിയിട്ട് പോകും. അതിനായി സന്യാസിമാരുടെ അടുക്കൽ പോകുന്നു. കുട്ടി ഉണ്ടായിരിക്കുമെങ്കിൽ അതിനെ നമ്മൾ അവകാശിയാക്കട്ടെ എന്ന്. അപ്പോൾ ബാബ ഒരിക്കലും കുട്ടികൾക്ക് ദുഃഖം നൽകില്ല. ഇമ്പോസിബിളാണ്. നിങ്ങൾ മാതാപിതാ എന്ന് പറഞ്ഞ് എത്ര നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടികളുടെ ആത്മീയ പിതാവ് എല്ലാവർക്കും സുഖത്തിൻ്റെ തന്നെ മാർഗം പറഞ്ഞു തരുന്നു. സുഖം നൽകുന്നവൻ ഒരേ ഒരു ബാബയാണ്. ദുഃഖം ഹരിച്ച് സുഖം ഉണ്ടാക്കുന്നവൻ ഒരേ ഒരു ആത്മീയ പിതാവാണ്. ഈ വിനാശവും സുഖത്തിന് വേണ്ടി തന്നെയാണ്. ഇല്ലെങ്കിൽ പിന്നെ മുക്തിയും ജീവൻ മുക്തിയും എങ്ങനെ നേടും? എന്നാൽ ഇതും ആരും മനസ്സിലാക്കുകയില്ല. ഇവിടെയാണെങ്കിൽ ദരിദ്രവും അബലകളും ആണുള്ളത്. അവർക്ക് സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം ചെയ്യുവാൻ സാധിക്കുന്നു. ബാക്കി വലിയ ആൾക്കാർക്ക് ദേഹത്തിൻ്റെ അഭിമാനം ഇത്രയും കടുത്തതും ഉറച്ചതുമായിരിക്കുന്നു. ആ കാര്യം ചോദിക്കുകയേ വേണ്ട. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ രാജഋഷിയാണ്. ഋഷി എപ്പോഴും തപസ് ചെയ്യുന്നു. അവർ ബ്രഹ്മത്തെ, തത്വത്തെ ഓർമ്മിക്കുന്നു. അല്ലെങ്കിൽ ചിലർ കാളിയെ മറ്റും ഓർമ്മിക്കുന്നുണ്ടാകും. വളരെയധികം സന്യാസിമാരുമുണ്ട് കാളിയുടെ പൂജ ചെയ്യുന്നു. കാളി അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ബാബ പറയുന്നു, ഈ സമയം എല്ലാവരും വികാരിയാണ്. കാമചിതയിലിരുന്ന് എല്ലാവരും കറുത്തുപോയി. അമ്മയും അച്ഛനും കുട്ടികളും എല്ലാം കറുത്തിരിക്കുന്നു. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. സത്യയുഗത്തിൽ കറുത്തവർ ഉണ്ടായിരിക്കില്ല. എല്ലാവരും വെളുത്തവരാണ്. പിന്നീട് കറുപ്പാകുന്നു. ഇത് കുട്ടികൾക്ക് ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. അല്പം പതീതം ആയി അന്തിമത്തിൽ പൂർണ്ണമായും കറുത്തുപോകുന്നു. ബാബ പറയുന്നു, രാവണൻ കാമചിതയിൽ കയറ്റി പൂർണ്ണമായും കറുത്തതാക്കി മാറ്റി. ഇപ്പോൾ വീണ്ടും നിങ്ങളെ ജ്ഞാനചിതയിൽ കയറ്റുന്നു. ആത്മാവിനെ തന്നെയാണ് പവിത്രമാക്കേണ്ടത്. ഇപ്പോൾ പതീത പാവനായ ബാബ വന്ന് പാവനമാകുന്നതിൻ്റെ യുക്തികൾ പറഞ്ഞു തരുന്നു. ജലം എന്ത് യുക്തി പറഞ്ഞു തരും? എന്നാൽ നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുമ്പോൾ കോടിയിൽ ചിലരാണ് മനസ്സിലാക്കി ഉയർന്ന പദവി നേടുന്നത്. ഇപ്പോൾ നിങ്ങൾ ബാബയിൽ നിന്നും തൻ്റെ സമ്പത്ത് എടുക്കുവാൻ വന്നിരിക്കുന്നു. 21 ജന്മങ്ങളിലേക്കായി. നിങ്ങൾക്ക് മുന്നോട്ട് പോകവേ വളരെയധികം സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് തൻ്റെ പഠനത്തിൻ്റെ എല്ലാം മനസ്സിലാകും. ആരാണോ ഇപ്പോൾ തെറ്റുകൾ ചെയ്യുന്നത് പിന്നീട് വളരെയധികം കരയും. ശിക്ഷകളും വളരെയധികം ഉണ്ടാകുന്നുവല്ലോ. പിന്നെ പദവിയും ഭ്രഷ്ടമായി പോകും. മുഖം ഉയർത്തി വയ്ക്കാൻ സാധിക്കില്ല. അതിനാൽ ബാബ പറയുന്നു, മധുരമധുരമായ കുട്ടികളെ, പുരുഷാർത്ഥം ചെയ്ത് പാസ്സാകൂ. അതുവഴി ഒരു ശിക്ഷയും അനുഭവിക്കേണ്ടി വരരുത്. അപ്പോൾ പൂജിക്കപ്പെടാൻ യോഗ്യരാവുകയും ചെയ്യും. ശിക്ഷ അനുഭവിച്ചെങ്കിൽ പിന്നെ പൂജിക്കപ്പെടുകയില്ല. കുട്ടികളായി നിങ്ങൾക്ക് വളരെയധികം
പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. തൻ്റെ ആത്മാവിൻ്റെ ജ്യോതി തെളിയിക്കണം. ഇപ്പോൾ ആത്മാവ് തമോ പ്രധാനമായിരിക്കുന്നു. അതിനെ സതോ പ്രധാനമാക്കേണ്ടതുണ്ട്. ആത്മാവ് ബിന്ദു തന്നെയാണ്, ഒരു നക്ഷത്രമാണ്. അതിന് മറ്റൊരു നാമം വയ്ക്കുവാൻ സാധ്യമല്ല. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ സാക്ഷാത്കാരമുണ്ടായി. സ്വാമി വിവേകാനന്ദൻ്റെയും രാമകൃഷ്ണ പരമഹംസൻ്റെയും പറയുന്നു, അദ്ദേഹത്തിൽ നിന്നും ഒരു ലൈറ്റ് വരുന്നതായി കണ്ടു. ആത്മാവ് തന്നെയാണ് വരുന്നത്. അത് എന്നിൽ ലയിച്ചു ചേർന്നു എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ ആത്മാവ് വന്ന് ലയിക്കുക സാധ്യമല്ല. അത് പോയി മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു. അവസാനം നിങ്ങൾ വളരെയധികം കാണും. നാമത്തിൽ നിന്നും രൂപത്തിൽ നിന്നും വേറിട്ട ഒരു വസ്തുവും ഉണ്ടായിരിക്കുന്നില്ല. ആകാശം പോളാറാണ്, അതിനും നാമമുണ്ട്. കുട്ടികൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. കൽപ്പകൽപ്പങ്ങളായി നടന്നു വന്നിരുന്ന സ്ഥാപന ഉണ്ടാവുക തന്നെ വേണം. നമ്മൾ ബ്രാഹ്മണർ നമ്പർ വാറായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതൊരു സെക്കൻഡാണോ കടന്നു പോകുന്നത് അതിനെ ഡ്രാമ എന്ന് തന്നെ പറയുന്നു. മുഴുവൻ ലോകത്തിൻ്റെയും ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് 5000 വർഷത്തിൻ്റെ ചക്രമാണ്. പേനിനെ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മധുരമധുരമായ കുട്ടികളായ നിങ്ങൾക്ക് കേവലം ബാബയെ തന്നെ ഓർമ്മിക്കണം. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബാബയെ ഓർമ്മിക്കുന്നതിലാണ് മംഗളമുള്ളത്. പിന്നെ മായ ചമ്മട്ടി കൊണ്ടടിക്കുന്നു. നിങ്ങൾ ബ്രാഹ്മണരാണ്. ഭ്രമരിയെ പോലെ കീടങ്ങളെ തനിക്ക് സമാനം ബ്രാഹ്മണരാക്കി മാറ്റണം. ആ ഭ്രമരിയാണെങ്കിൽ ഒരു ഉദാഹരണമാണ്. നിങ്ങളാണ് സത്യമായ ബ്രാഹ്മണർ. ബ്രാഹ്മണർക്ക് തന്നെയാണ് പിന്നെ ദേവതയാകേണ്ടത്. അതിനാൽ ഇത് നിങ്ങളുടെ പുരുഷോത്തമം ആകുന്നതിനുള്ള സംഗമയുഗമാണ്. ഇവിടെ നിങ്ങൾ വരുന്നത് തന്നെ പുരുഷോത്തമൻ ആകുന്നതിനാണ്. ആദ്യം ബ്രാഹ്മണൻ തീർച്ചയായും ആകേണ്ടി വരും. ബ്രാഹ്മണർക്ക് കുടിമയുണ്ടല്ലോ. നിങ്ങൾക്ക് ബ്രാഹ്മണരെ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. പറയൂ, ബ്രാഹ്മണരായ നിങ്ങൾക്ക് കുലമുണ്ട്. ബ്രാഹ്മണരുടെ രാജധാനിയില്ല. നിങ്ങളുടെ ഈ കുലം ആര് സ്ഥാപിച്ചു? നിങ്ങളുടെ മുതിർന്ന ആൾ ആരാണ്? പിന്നെ നിങ്ങൾ എപ്പോഴാണോ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് അപ്പോൾ വളരെയധികം സന്തോഷിക്കും. ബ്രാഹ്മണർക്ക് മാന്യത നൽകുന്നു. കാരണം അവർ ശാസ്ത്രങ്ങളും മറ്റും കേൾപ്പിക്കുന്നു. ആദ്യം രാഖി ബന്ധിക്കുന്നതിനായി ബ്രാഹ്മണർ പോകുമായിരുന്നു. ഇക്കാലത്ത് പെൺകുട്ടികളാണ് പോകുന്നത്. ആരാണോ പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യുന്നത് അവരെ നിങ്ങൾ രാഖി ബന്ധിക്കണം. പ്രതിജ്ഞ തീർച്ചയായും ചെയ്യേണ്ടി വരും. ഭാരതത്തെ വീണ്ടും പാവനമാക്കുന്നതിനായി നമ്മൾ ഈ പ്രതിജ്ഞ ചെയ്യുന്നു. നിങ്ങളും പാവനമാകൂ, മറ്റുള്ളവരെയും പാവനമാക്കൂ. ഇങ്ങനെ പറയുവാൻ സാധിക്കും വിധത്തിലുള്ള ശക്തി ആർക്കുമില്ല. നിങ്ങൾക്കറിയാം, ഈ അന്തിമ ജന്മം പാവനമാകുന്നതിലൂടെ നമ്മൾ പാവന ലോകത്തിൻ്റെ അധികാരിയാകുന്നു. നിങ്ങളുടെ തൊഴിൽ തന്നെ ഇതാണ്. ഇങ്ങനെയുള്ള മനുഷ്യർ ആരും ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾക്ക് പോയി ഈ ശപഥം ചെയ്യിക്കണം. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ ജയം നേടണം. ഇതിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെ തന്നെയാണ് നിങ്ങൾ ജഗത് ചീതാകുന്നത്. ഈ ലക്ഷ്മി നാരായണൻ തീർച്ചയായും കഴിഞ്ഞ ജന്മത്തിൽ പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ട്. അപ്പോഴായിരിക്കുമല്ലോ ഇങ്ങനെയായത്. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും ഏത് കർമ്മത്തിലൂടെയാണ് ഇവർ ഈ പദവി നേടിയത് എന്ന്. ഇതിൽ കുഴങ്ങിപ്പോകുന്നതിൻ്റെ ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഈ ദീപാവലിയുടെയും മറ്റും സന്തോഷമുണ്ടായിരിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു സന്തോഷമുണ്ട്.
നമ്മൾ ബാബയുടേതായിരിക്കുന്നു. ആ ഒന്നിൽ നിന്നും സമ്പത്ത് നേടുന്നു. ഭക്തി മാർഗത്തിൽ മനുഷ്യർ എത്ര ചിലവഴിക്കുന്നു, എത്ര നഷ്ടവും ഉണ്ടാകുന്നു, തീ പിടിക്കുന്നു, പക്ഷേ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ വീണ്ടും തൻ്റെ പുതിയ വീട്ടിലേക്ക് പോകുന്നവരാണ്. ചക്രം വീണ്ടും കൃത്യമായി ആവർത്തിക്കപ്പെടുമല്ലോ. ഇത് പരിധിയില്ലാത്ത ഫിലിമാണ്, പരിധിയില്ലാത്ത സ്ലൈഡാണ്, പരിധിയില്ലാത്ത ബാബയുടേതായിരിക്കുന്നു. അപ്പോൾ അത്യന്തം സന്തോഷമുണ്ടാകേണ്ടതാണ്. നമ്മൾ ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് തീർച്ചയായും നേടും. ബാബ പറയുന്നു, പുരുഷാർത്ഥത്തിലൂടെ എന്ത് വേണമോ അതെടുത്തുകൊള്ളൂ. പുരുഷാർത്ഥം നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. പുരുഷാർത്ഥത്തിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഉയർന്നവരാകാൻ സാധിക്കുന്നത്. ഈ ബാബയ്ക്ക്, അതായത് വൃദ്ധന്, ഇത്രയും ഉയർന്നതാകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കെന്തുകൊണ്ട് ആകാൻ സാധിക്കില്ല? ശരി, മധുരമധുരമായ സിഖിലതേ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഏതുപോലെ ബാബ സദാ കുട്ടികളെ പ്രതി സുഖം നൽകുന്നവനാണോ, അതുപോലെ സുഖം നൽകുന്നവരാകണം. എല്ലാവർക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി പറഞ്ഞു കൊടുക്കണം. ദേഹി അഭിമാനി ആകുന്നതിൻ്റെ തപസ്യ ചെയ്യണം. ഈ പഴയ മോശമായ ലോകത്തോട് പരിധിയില്ലാത്ത വൈരാഗിയാകണം. വരദാനം: ദിവ്യ ഗുണങ്ങളുടെ ആഹ്വാനത്തിലൂടെ സർവ അവഗുണങ്ങളുടെയും ആഹൂതി നൽകുന്ന സന്തുഷ്ട ആത്മാവായി ഭവിക്കട്ടെ. ഇതുപോലെ ദീപാവലിക്ക് വിശേഷിച്ച് ശുചിത്വവും സമ്പാദ്യവും ഇവയുടെ ശ്രദ്ധ വയ്ക്കുന്നു. അതുപോലെ താങ്കളും സർവപ്രകാരത്തിലുമുള്ള ശുചിത്വത്തിൻ്റെയും സമ്പാദ്യത്തിൻ്റെയും ലക്ഷ്യം വെച്ച് സന്തുഷ്ട ആത്മാവാകൂ. സന്തുഷ്ടതയിലൂടെ തന്നെയാണ് സർവ ദിവ്യ ഗുണങ്ങളെയും ആഹ്വാനം ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ അവഗുണങ്ങളുടെ ആഹുതി സ്വതവേ ഉണ്ടാകും. ഉള്ളിൽ ഏതെല്ലാം ദൗർബല്യങ്ങളോ കുറവുകളോ ബലഹീനതയോ കോമളതയോ അവശേഷിക്കുന്നുവോ അവയെ സമാപ്തമാക്കി ഇപ്പോൾ പുതിയ കണക്ക് ആരംഭിക്കൂ. പുതിയ സംസ്കാരങ്ങളുടെ പുതിയ വസ്ത്രം ധരിച്ച് സത്യമായ ദീപാവലി ആഘോഷിക്കൂ. സ്ലോഗൻ: സ്വമാനത്തിൻ്റെ സീറ്റിൽ സദാ സെറ്റായിരിക്കണമെങ്കിൽ ദൃഢസങ്കല്പത്തിൻ്റെ ബെൽറ്റ് നല്ല രീതിയിൽ മുറുക്കണം. ഓം ശാന്തി. മനസാ സേവനത്തിൻ്റെ അഭ്യാസം. വിശ്വമംഗളകാരിയായ ബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ ഈശ്വരീയ ഖജനാവുകൾ ഞാൻ ഈ വിശാല സേവനത്തിനായി വിനിയോഗിക്കുകയാണ്. ഞാൻ എൻ്റെ സങ്കല്പശക്തി കൊണ്ട് ഈ വിശ്വത്തിൻ്റെ പരിധിയില്ലാത്ത സേവനം ചെയ്യുവാനായി എൻ്റെ ആത്മസ്വരൂപത്തെ സജ്ജമാക്കുകയാണ്. എൻ്റെ സങ്കല്പശക്തിയെയും സമയത്തിൻ്റെ ശക്തിയെയും വ്യർത്ഥമാക്കാതെ സമ്പൂർണ്ണ സമർത്ഥമാക്കി ഈ വിശാല സേവനത്തിന് നിമിത്തമാകുന്ന സഹയോഗി ആത്മാവാണ് ഞാൻ. എൻ്റെ സൈലൻസിൻ്റെ ശക്തിയിലൂടെ ശുഭഭാവനയിലൂടെയും മംഗളഭാവനയിലൂടെ മുഴുവൻ വിശ്വത്തിലും ആത്മീയതയുടെ അലകൾ
ഇപ്പോൾ വ്യാപിക്കുകയാണ്. സന്തോഷത്തിൻ്റെ അലകൾ എന്നിൽ നിന്നും മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിക്കുകയാണ്. ഈ വിശ്വത്തിലെ ഭയഭീതരായ ആത്മാക്കളിൽ, പ്രതീക്ഷയറ്റ ആത്മാക്കളിൽ ശ്രേഷ്ഠ ഭാവിയുടെ പുതിയ പ്രതീക്ഷകൾ ഉണർന്നു വരട്ടെ. അവരിലെ ഭയഭീതികൾ അകലട്ടെ, നിരാശകൾ നീങ്ങട്ടെ, സന്തോഷത്തിൻ്റെ അലകൾ അവരിൽ ഉൽപ്പന്നമാകട്ടെ.